തൃപ്പൂണിത്തുറയ്ക്കുള്ള സ്ഥാനാർത്ഥിയാണ് എൻ്റെ അടുത്തിരിക്കുന്ന അഞ്ജലി നായർ. നമുക്കറിയാം ഇനിയിപ്പോൾ തൃപ്പൂണിത്തുറയുടെ ആ ഒരു സംശയം, സാബു ജേക്കബ് മത്സരിക്കുമോ എന്നുള്ള ആ സംശയം ഇതോടുകൂടി ഇല്ലാതെയാകുകയാണ്. അപ്പോൾ നമുക്കറിയാം അഞ്ജലി നായരെ പറ്റി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളില്ല. മലയാളം മാത്രമല്ല, തമിഴ്, തെലുങ്ക്, സംസ്കൃതം എല്ലാ സിനിമാ രംഗത്തും അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലും തമിഴിലും ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട്. പുലിമുരുകൻ, ദൃശ്യം 2 ഒപ്പം തുടങ്ങി 157 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതിനേക്കാളൊക്കെ ഉപരി ഒരു സംരംഭകയാണ്, ചില ബിസിനസ്സുകൾ ചെയ്യുന്നു. അപ്പോൾ ഒരു ഗിഫ്റ്റിംഗ് കമ്പനിയുടെ സ്ഥാപകയാണ്. ഇനി ഇപ്പോൾ നമ്മുടെ ഏറ്റുമാനൂർ വീണ നായറിനെ പറഞ്ഞ പോലെ തന്നെ, വീണ നായരുടെ ഒരു പ്രത്യേകത, അവിടെ ആ സ്ഥലത്ത് തന്നെ ജനിച്ചു വളർന്ന ഒരാളെയാണ് ഞങ്ങൾ ഏറ്റുമാനൂരിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അഞ്ജലി നായറും തൃപ്പൂണിത്തുറ തന്നെ ജനിച്ച് അവിടെ വളർന്ന് അവിടെ പഠിച്ചു വളർന്ന് തൃപ്പൂണിത്തുറക്കാരുടെ മനസ്സ് പൂർണ്ണമായിട്ടും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അഞ്ജലിയെ ഞങ്ങൾ തൃപ്പൂണിത്തുറയ്ക്ക് വേണ്ടി മാത്രമായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറക്കാരുടെ മനസ്സറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥിയാണ് അഞ്ജലി നായർ. അത് തൃപ്പൂണിത്തുറക്കാർ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ ഇന്ന് നേരിടുന്ന, അല്ലെങ്കിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ അഞ്ജലിക്ക് സാധിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു കാര്യം പാർട്ടി ആവശ്യപ്പെട്ടപ്പം അത് തൃപ്പൂണിത്തുറ ആയിരിക്കും എന്നുള്ള ഒരു സൂചന പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇന്നലെ സാബു സാറും പാർട്ടി നേതാക്കളോട് പറഞ്ഞപ്പം എന്താ പറയാ, ഇത് ലോകത്തോട് അപ്പം തന്നെ എനിക്ക് വിളിച്ചു പോകണം എന്നുള്ളൊരു അത്രയും വലിയൊരു ആഗ്രഹത്തില് പ്രാർത്ഥനയിൽ ഇരിക്കുകയായിരുന്നു. എൻ്റെ അച്ഛന് ഏറ്റവും കൂടുതൽ സന്തോഷമാവുന്ന ഒരു കാര്യമാണിത്. പറയാൻ വാക്കുകളില്ല. തൃപ്പൂണിത്തുറയിലുള്ള എല്ലാ ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും. അവരുടെ എല്ലാവരുടെയും വീട്ടിലൊരു മകളെ പോലെ അവരുടെ പ്രശ്നങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറയാം. ഞാനതിന് പരമാവധി എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അവരുടെ വീട്ടിലൊരു അംഗത്തെ പോലെ ഞാൻ അവരോടൊപ്പം ഉണ്ടാകും, ഉറപ്പ്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ്. ഒരുപാട് രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ ഇരിക്കുന്ന വേദിയിൽ പല പരിപാടികളുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് പോലെ തന്നെ ബിസിനസ് ആയതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടിക്കാരിലും എല്ലാവരിലും സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയപ്പോൾ ഒന്നും ചിന്തിച്ചില്ല. അച്ഛന് എപ്പോഴും എന്നെ ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയക്കാരിയായിട്ട് കാണാൻ ചെറുതിലേ മുതൽ അച്ഛന്റെ മാത്രം ആഗ്രഹമാണ്. അപ്പൊ അച്ഛന്റെ മുഖം മാത്രമേ എനിക്ക് ഓർമ്മ വന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ ഭർത്താവിന്റെ അനുവാദം വാങ്ങി മോളായിരുന്നു. നിലപാടുകളൊന്നുമില്ല. എല്ലാവർക്കും നല്ലത് വരിക, നന്മയായിട്ട് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇല്ല, രാഷ്ട്രീയ പശ്ചാത്തലമായിട്ട് അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏത് പാർട്ടി നല്ലത് ചെയ്യുമ്പോഴും അത് പറഞ്ഞ് ഉയർത്തി കാണിക്കുക, നല്ലത് പറയുക, നല്ലത് ചെയ്യുക, നന്മയോടുകൂടി എല്ലാവർക്കും വികസനത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്നുള്ളത് മാത്രമാണ്. അതെ, തീർച്ചയായിട്ടും. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയത് തൃപ്പൂണിത്തുറയിൽ അല്ലേ, പെട്ടെന്ന് അത് ഒരു NDA A ക്ലാസ് മണ്ഡലമായിട്ട് കരുതുന്ന ഒരു സ്ഥലത്ത് അഞ്ജലി വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് സംഭവിച്ചത്. ഇതില് നമുക്ക് ഈ പഴയ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്, ചില മണ്ഡലങ്ങൾ A ക്ലാസ്, ചിലത് B ക്ലാസ്, C ക്ലാസ്. എല്ലാ മണ്ഡലങ്ങളെയും A ക്ലാസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇത്തവണത്തെ 2020-യുടെയും BJP-യുടെയും NDA-യുടെയും ലക്ഷ്യം. അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ഞങ്ങൾ 6ഓളം നിയോജക മണ്ഡലങ്ങൾ ഇന്ന് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റിയിലാണ് ഇട്ടിരിക്കുന്നത്. അതിലൊരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ.
അപ്പോൾ ഒരു മണ്ഡലത്തെയും ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. പക്ഷെ കഴിഞ്ഞ തവണ BJP വളരെയധികം ഒരു നേട്ടമുണ്ടാക്കിയ ഒരു നിയോജക മണ്ഡലമാണ്. അതുകൂടാതെ അവിടെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഒട്ടനവധി നേട്ടമുണ്ടാക്കിയതാണ്. 2020 തൃപ്പൂണിത്തുറയുടെ വിവിധ ഭാഗങ്ങളിൽ, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി കൂടാതെ മരട് തുടങ്ങി മറ്റുള്ള എല്ലാ മേഖലകളിലും വലിയൊരു സാന്നിധ്യമുള്ള ഒരു ഇതാണത്. അപ്പോൾ NDA സംബന്ധിച്ച് ഇന്ന് എറണാകുളത്ത് ഏറ്റവും ഷുവർ സീറ്റായിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് തൃപ്പൂണിത്തുറ. അങ്ങനെയുള്ളൊരു സീറ്റിൽ തൃപ്പൂണിത്തുറക്കാരിയായിട്ട് തൃപ്പൂണിത്തുറയിൽ ജനിച്ച് വളർന്ന് അവിടെ പഠിച്ച് വളർന്ന ഒരാളെ തന്നെ ഞങ്ങൾ കണ്ടെത്തുകയാണ് ഉണ്ടായത്. ആകെ 14 സീറ്റുള്ള എറണാകുളം ജില്ലയിൽ 9 സീറ്റുകളും 2020 കൊടുത്തുകൊണ്ടാണ് BJPക്ക് ഉള്ളിലെ തന്നെ ഒരു ആക്ഷേപത്തിന്റെ പരിഭവം. അല്ല, അതിലൊന്നും നമ്മൾ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ തവണ നമുക്കറിയാം എറണാകുളം ജില്ലയിൽ 2020 8 നിയോജക മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചതാണത്. ആ സ്ഥലത്ത് ഒരു സീറ്റ് കൂടി കൂടുതലായിട്ട് വന്നു എന്നേ ഉള്ളൂ. കാരണം 2020യെ സംബന്ധിച്ച് ഏറ്റവും ശക്തി കൂടിയ ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പരിഗണന ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണത്. അപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ല, അവിടെ BJPയുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ കൂടുതൽ സീറ്റുകളിൽ BJP ആണ് മത്സരിക്കുന്നത്. BDJSന് എവിടെ ശക്തിയുണ്ടോ അവിടെ BDJS മത്സരിക്കുന്നു. അപ്പം അതിൽ പ്രത്യേകതയായിട്ട് ഒന്നും കാണുന്നില്ല. അത് പാർട്ടിയുടെ ഉന്നത തലത്തിൽ എല്ലാവരും കൂടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണത്. അമ്മ താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമാണ്. അപ്പോ അതിൽ ആ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അത് ഈ രാഷ്ട്രീയത്തിലും കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഒരു ഏകോപനമൊക്കെ? തീർച്ചയായിട്ടും നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും പൊതുവെ സ്ത്രീകൾക്കൊരു മൾട്ടി ടാസ്കിങ് പവർ ഉള്ളതാണല്ലോ, എബിലിറ്റി ഉള്ളതാണല്ലോ. അപ്പൊ അതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 2 പെൺകുഞ്ഞുങ്ങളുടെ അമ്മയുമാണ്. അപ്പൊ അവർക്കും ഒരു വിഷമം തട്ടാത്ത രീതിയിൽ അവരുടെ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളും ഇപ്പൊ ഈ 2020യുടെ നമ്മുടെ തൃപ്പൂണിത്തുറ എന്ന എനിക്ക് തന്ന അമ്മയും അച്ഛനും തുല്യമായിട്ടുള്ള ആ ഒരു സ്ഥലം പോലും എൻ്റെ ഉള്ളിൽ കൈക്കുള്ളിൽ ഭദ്രമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. 2020ലേക്ക് സ്വാഗതം. വളരെ